ോട് ചോദിക്കുന്നു, എന്റെ സമീപനിൽക്കുന്ന ലെസൺ ബി എന്ന ഈ വാക്ക് എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ മനസ്സാകുമോ? വീട് പണിയുന്നവൻ വൃത അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്ന കാവൽക്കാരൻ വൃത ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരബലം അവൻ നൽകുന്ന പ്രതിഫലവുമാകുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. ഇന്ന് കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ശുശ്രൂഷ ഏറ്റവും മാന്യമായി തീരുവാൻ ദൈവാത്മാവിന്മേലെല്ലാം പ്രവർത്തിക്കുവാൻ യാത്രയിലെല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് സഹായിപ്പാൻ എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റുവാൻ തുടർന്നുള്ള എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം പകരുവാൻ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേൽപ്പിക്കാം. നമുക്ക് ഒരു ബലപ്പെട്ട അല്ലെങ്കിൽ ആ പ്രിയ സഹോദരനെ നമുക്ക് ദൈവം കൊടുക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ബലപിതാവേ, പരിശുദ്ധരായ നന്ദിയോടെ ഇന്നവർ കാലത്തെ തന്റെ മകന് വേണ്ടി സ്തോത്രതക്കതായ ഒരു പുതിയ ദൈവം ദൈവമാനിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്വാതന്ത്ര്യം കർത്താവെ. മനുഷ്യനേകനായിരിക്കുന്നല്ല അവന് തക്കതായ ദൈവം ഒരുക്കുമെന്ന് കർത്താവെ ഏതം ഭൂഭാവനത്തിൽ വെച്ച് അരുളി ചെയ്ത അത്ഭുതാന്റെ വാക്യത്തെ പ്രകാരം ഇന്നവർ കാലം കർത്താവെ തനിക്ക് വേണ്ടി ഒരു മകളെ ദൈവം ഒരുക്കിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ പൈതൃകമായ മുതൽ ഇതുവരെയും ദൈവമകനെ നടത്തിയ എല്ലാ കണ്ണുകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വളർച്ചയിലും ആയുഷ്മാരോഗ്യ ബലവും അവന്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലോ കർത്താവെ ജോലി കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നല്ലോ കർത്താവെ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് പ്രാർത്ഥിച്ച ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ മകനെ ദൈവധാരണമായി സഹായിച്ച് അനുഗ്രഹിപ്പാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റണമേ, എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരണമേ. മക്കളെ ഗോപതരുന്ന ദാനം ഉദരബലവന്റെ പ്രതിഫലമാണെന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ ഇന്ന് കാലം കർത്താവെ ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം
വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇതന്മേൽ പകരുക. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രത്തോളം ദൈവം സഹായിച്ചല്ലോ, മാനിച്ചല്ലോ, അതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രതിസന്ധികളെയും ദൈവം മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ കർത്താവേ ഞങ്ങൾ വിവാഹമണ്ഡലത്തിലേക്ക് കടന്നു പോകുകയാണ്. രാത്രി കൂടെ ഇരിക്കുമാറാകണമേ. വാനത്തെയെല്ലാം ദൈവം സൂക്ഷിക്കണമേ കർത്താവേ. അല്ലെങ്കിൽ ആ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കുക, സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷണിക്കപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികള്, ചർച്ചക്കാരി, സ്നേഹിതര്, അല്ലെങ്കിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെയും ഒരേപോലെ അനുഗ്രഹിച്ചാട്ട് സർവമഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കർത്താവെ ഇന്ന് പലക്കാലം വാഹനത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ കുടുംബത്തോടും പൈതലിനോടും എന്നും എന്നേക്ക് കർത്താവിന്റെ വരവിനെ ഇരിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിനെ ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരമമായി ആമേൻ, ആമേൻ. There's horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. എന്റെ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാമ സമർത്ഥനായ ലേഖനെ എഴുതുകൊണ്ടാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യത്തിന്റെ അതരങ്ങളിലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ തരംകിട്ടില്ല. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ നന്മയോടെ യഥാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലത്തെയും ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. രാജകൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തകർന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ
നീതിയുള്ള ചെറുവരാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ടാൽ ദുഷ്ടതയെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരൻ പരമായ നിന്നെ ആനന്ദതയിൽ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം ഓടും ചന്ദ്രവും ലവവും കൊണ്ട് സുഗന്ധമാക്കിയിരിക്കുന്നു. ദത്തമന്ദിരങ്ങളിൽ നിന്നും കവിനാളും നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. എന്റെ മനോഭാഗത്ത് അഗ്നി ഓർമ്മ അറിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി കേൾക്കാമോ സജനത്തെയും നിന്റെ പിതൃഭവനത്തെ മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്നെ ആദരിക്കും. നീ അവനെ നമസ്കരിച്ചുള്ള സ്വർഗ്ഗവാസികളുടെ ദിനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ ഗുണപ്രസാദം നേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാമണിയാകുന്നു. അവളുടെ വസ്ത്രം സൗന്ദര്യം കൊണ്ടുള്ളത്. അവളുടെ ചുറ്റുമുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജൻ ശനിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി നടക്കുന്ന കന്യകമാരും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പുരുഷന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർമ്മമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ എത്തിയിരിക്കുന്ന അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് നമ്മോടൊപ്പം വളരെ മനോഹരമായ ഗാനങ്ങൾക്കും ഗാനശുശ്രൂഷകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരൻ പാസ്റ്റർ സഹോദരാജ്, അതുപോലെ ഈ സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ അഭിഷിക്തന്മാർ, മറ്റു ദൈവമക്കൾ, ബന്ധുമിത്രാദികൾ, ഏവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ സമയം ഓർപ്പിക്കുകയാണ്. ദീർഘിപ്പിക്കാതെ തന്നെ ഈ ശുശ്രൂഷകൾ അവസാനിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് വേഗത്തിൽ ചില അത്യാവശ്യ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ ഭാഗം പൂർത്തീകരിക്കുവാനായിട്ട് ക്രിസ്തുയേശുവിനെ ശരണപ്പെടുകയാണ്. രഞ്ജുവെന്ന അനുഗ്രഹിക്കപ്പെട്ട മകൾ മാരായപ്പെട്ട ചുവയൂർ ഗോൽഗോഥ മിഷൻ സഭയിൽ മാതാവുമായി ചേർന്ന് ഒരുമിച്ച് ആരാധിച്ചു വരുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട മകളുടെ കുടുംബജീവിതം സർവശക്തനായ ദൈവം എല്ലാ നിലകളിലും ആശീർവദിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇരുവരുടെയും രക്ഷകർത്താക്കളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അമേച്ചതായിട്ടുള്ള അമ്മയപ്പന്മാരുടെ കുടുംബ ബഹുമാനത്തോടെ ഉയർന്നിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു വേദി അവർ ഒരുക്കിയതിൽ പ്രത്യേകിച്ച് അഭിമാനം കൊള്ളുന്നു. സർവശക്തൻ അവരെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തിരുവചനം പഠിക്കുമ്പോൾ വിവാഹം എന്നുള്ളത് സർവശക്തനായ ദൈവത്താൽ സ്ഥാപിതമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനമാണെന്നുള്ളത്. മാത്രമല്ല, വിവാഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധത്തിന്റെ നിഴലാണ് ഇവിടെ നടക്കുന്ന വിവാഹം. വിവാഹത്തെ കുറിച്ച് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്താൽ സ്ഥാപിതമാണത്,
മൂന്നാമതായി നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഓരോരുത്തർക്കും തക്ക തുണവുണ്ടാകേണ്ട ആവശ്യമെന്ന് ചോദിച്ചാൽ തുറന്നടവ് ഒഴിവാക്കാൻ വേണ്ടി. ഇങ്ങനെ 3 പ്രധാന കാരണങ്ങളാണ് നമുക്ക് വിവാഹം ദൈവം സ്ഥാപിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂർ സമയമെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പേഴ്സണൽ ഇരുന്ന് സംസാരിച്ച് അവരുടെ സ്നേഹങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബം ഏറെക്കുറെ നല്ല രീതിയിൽ പോകുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു പെരുകാൻ, തലമുറകൾ ജനിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം കുടുംബജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പറയപ്പെട്ട 3 ഘടകങ്ങളും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ കർത്താവ് സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഒരു ഭർത്താവിന് ഉണ്ടാകേണ്ട ചുമതലകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഒരു ഭാര്യയ്ക്ക് കൃത്യമായിട്ടുണ്ടാകേണ്ട കടപ്പാടുകളുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് ചെയ്യേണ്ട ഒരു ഒത്തിരി കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകളെല്ലാം വിവരിച്ചു നിൽക്കാനുള്ള സമയം പോലെ ഏറ്റവും അത്യാവശ്യമായ 1ാമത്തെ പോയിന്റ് പറയുന്നു, ഒരു ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ചുമതല അല്ലെങ്കിൽ കടപ്പാട് എന്ന് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ഭർത്താക്കന്മാർക്ക് ദൈവം കൊടുക്കുന്ന പരമപ്രധാനമായ ഒരു കടമയാണ് സ്നേഹം. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഫലങ്ങളിൽ 1ാമത്തെ ഫലമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലസ്സഡ് എന്ന് പറയുന്ന ഈ സഹോദരൻ തന്റെ ഭാര്യയെ അധികമായി സ്നേഹിക്കും, ഏറ്റവും സ്നേഹിക്കും. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവരുമായ പലരുടെയും നമ്മൾ അറിഞ്ഞുകൊള്ളുക, കുടുംബജീവിതത്തിന്റെ ഏറ്റവും വിജയത്തിന് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം എങ്ങനെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത്
ഉത്തമ ഭർത്താവ് എല്ലാ കടമകളെയും ആവശ്യമായി കൊടുക്കണമേ. രക്തത്താങ്ങിയവനെ കഴുകണമേ, വെളിപ്പാക്കണമേ, അനുഗ്രഹിക്കണമേ. ഞാൻ രഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളെയും ആവശ്യമായ സ്വർഗീയ കൃപ കൊടുക്കണം. രക്തത്താങ്ങളെ കഴുകി വെളിപ്പാക്കി വിശുദ്ധീകരിക്കണം. കരച്ചിലൂക്ഷിയോട് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നിങ്ങൾ രണ്ടുപേരും. ഞാൻ ആദ്യമായി ബ്ലെസ്സഡ് ബി എന്ന ഈ പ്രിയമായതിനോട് ചോദിക്കുന്നു. ഇതിന്റെ സമീപം നിൽക്കുന്ന രഞ്ജു ആർ എന്ന ഈ കുട്ടിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സാകുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമാണ്. രഹസ്യ പരസ്യമായ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുന്ന മരണം നിങ്ങൾ തമ്മിൽ ഓർമ്മിക്കുന്നതുമായി സുഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും അങ്ങനെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സാഹചര്യത്തിലും അവരെ സ്നേഹിച്ച് സംരക്ഷിച്ച് ഊറ്റിപ്പുലർത്തി അവർക്ക് മാത്രം ചേർന്ന് കൊള്ളാമെന്ന് പ്രിയ ബ്ലെസ്സഡ് തീരുമാനിച്ചിരിക്കുന്നു. ബ്ലെസ്സഡ് സമ്മതവും തീരുമാനവും അറിയിച്ചിരിക്കാൻ കരമുയർത്തി നമുക്കൊരു ആരോഗ്യ പറയാം. പ്രിയ രഞ്ജുവിനോട് ചോദിക്കുന്നു. നിന്റെ സമീപം നിൽക്കുന്ന ബ്ലെസ്സഡ് ബി എന്ന ഈ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ മനസ്സാകുന്നു. ദൈവത്തിന്റെ വിശുദ്ധത്തിൽ ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമാണ്. രഹസ്യ പരസ്യമായ ജീവിതത്തിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? വീണ്ടും ചോദിക്കുന്നു. മരണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതുമായി സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും അങ്ങനെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഇവരെ കീഴ്പ്പെട്ട് അനുസരിച്ച് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ഇവരോട് മാത്രം ചേർന്ന് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പ്രിയ രഞ്ജു തന്റെ സമ്മതവും തീരുമാനവും അറിയിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന സമയം ആദ്യ ദിവസം രഞ്ജുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അതിനുശേഷം രഞ്ജു ബ്ലെസ്സഡ് കണ്ണുകളിലേക്ക് നോക്കി ഈ ബ്ലെസ്സഡ് ബി ആകുന്ന ഞാൻ രഞ്ജു ആർ ആകുന്ന നിന്നെ ഇന്ന് മുതൽ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളും. മരണം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നതുപോലെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും അങ്ങനെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങളിലും എന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് സംരക്ഷിച്ച് ഊറ്റിപ്പുലർത്തി ഒരു ഉത്തമ ഭർത്താവിനെ എല്ലാ കടമകളും നിർവഹിച്ചുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ദൈവസഭയും ദൈവദൂതന്മാരും ഈ ഉഭയസമ്മതത്തിന് സാക്ഷികൾ ആവുന്നു. രഞ്ജു ആർ ആകുന്ന ബ്ലെസ്സഡ് ബി ആകുന്ന അങ്ങേ ഇന്ന് മുതൽ എന്റെ കർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നതുപോലെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും
ആരോഗ്യത്തിൽ അങ്ങനെ നമ്മുടെ കർത്താവും നമുക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങളും അങ്ങേക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് സ്നേഹിച്ച് ശുശ്രൂഷിക്കാൻ ഒരു ഉത്തമ ഭാര്യയെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ടാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ദൈവസഭയും ദൈവദൂതന്മാരും ഈ ഉഭയസമ്മതത്തിന് സാക്ഷികൾ ആണ്. You were the word at the beginning, one with God the Lord Most High. Your hidden glory in creation, now revealed in you, our Christ. What a beautiful name it is. What a beautiful name it is. You say, the name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. The name of Jesus. How sweet is your name, how good you are. We love to sing of your name, Lord. Love to sing of who you are. Death could not hold you. The veil tore before you. You silenced the boast of sin and grave. The heavens are roaring, the praise of your glory. For you are raised to life again. You have no rival, you have no equal. Now and forever, God, you reign. Yours is the kingdom. Time is running, it's moving fast and faster, it's speeding on. Life is wonderfully beautiful.
song in motion. It spins and goes. Hold on tight and don't let go. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. கண்டேன் கண்டேன் என்னுடையவனை, தந்தேன் தந்தேன் மிச்ச உயிரை. உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை கற்று தந்த காதல் வழி விட்டு போனதே. ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் வா தேடி தேடி போவோம். வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே வண்ணம் சூழ்ந்த இடமெல்லாம் வா வா ஓடி திரிவோம் வா, என் துணையே வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. இந்த நேரம் இனிப்பது போல எப்போதும் இருப்பாயா, உச்சபட்ச ஆசை கொண்டேனே உன்னிடத்தினிலே. வெப்பம் குளிர் எது வந்தாலும் மிதமாக இணைப்பாயா, திக்கு முக்கு ஆடி போகின்றே. எங்கேயோ பிறந்த என் அன்பே என்னை தேடி வந்ததே போதும், இனி வாழும் அத்தனை நாளும் மினுக்கும் மினும் மினுக்குமே. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே வண்ணம் சூழ்ந்த இடமெல்லாம் வா வா ஓடி திரிவோம் வா, என் துணையே வழி துணையே நீயே. நினிசாக நினிசாக கரிச பகமானி ரமப்பா மகரிச நினிசாக நினிசாக கரிச நிரமணி நிதா. நினிசாக கரிச பகமானி ரமப்பா மகரிச நினிசாக நினிசா மகரிச நிரமணி நிதா நிரம மகரி. ഹാർട്ട് ബീറ്റ് കൂടണ്, കണ്ണിൽ വെട്ടമേറണ്, എന്തിന് ഞാൻ ചുമ്മാതെ പുഞ്ചിരിക്കണ്. മുന്നിലായൊരാൾ വന്നു മിന്നി നിൽക്കണ്, കാതിലിതാ മോഹത്തിൻ ബാൻഡ് കൊട്ടണ്. പൊന്നും നൂല് കരളിൽ നോറ്റ് മിന്നും താലി തന്നോട്ടെ ഞാൻ. കാലം കാത്ത് നോമ്പെല്ലാം നോറ്റ് എന്തോരം കാതോർത്തു ഞാൻ. ഓമനത്തിങ്കൾ പെൺകൊടിയേ, ഓമലായി നീ മുന്നിൽ തെളിയേ. ഓമനത്തിങ്കൾ പെൺകൊടിയേ, ഓമലായി നീ മുന്നിൽ തെളിയേ. തന്നന 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 തന്നന
തൊടും തൊട്ട് നിന്നെ പൊതിയാമോമൽ പൂഞ്ചേലയിൽ നട്ട് നട്ട് വൈരം നട്ട് ചൂടിക്കാം പൊന്മോതിരം തൊട്ട് ബാല്യം തൊട്ട് ചുറ്റിത്തിരിവാ പെണ്ണെ ഞാനേകനായി നാണം വിട്ട് വലം കാൽ വച്ച് പോരാമോ എൻ ജീവനിൽ ചെല്ലച്ചുണ്ടിൻ ചിരിയും നിന്റെ അഴകും മങ്ങാതെ കാണും ഞാൻ കണ്ണിൻ കണ്ണായുയിരായി കാക്കാൻ കർത്താവിൻ സത്യം നൽകാം ഓമനത്തിങ്കൾ പെൺകൊടിയേ ഓമലായി നീ മുന്നിൽ തനിയേ തന്തന തനന തനന തന്തന തനന തനന. அதிகாலை மழைதானா அவனோடு இனி நானா இது நான் கேட்ட காலங்கள் தானா ഇതിഹാസം இதுதானா இவளோடு நடந்தேனா இந்த மாயத்தில் நானும் விழுந்தேனா